ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വക ഒരു ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ സർപ്രൈസ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലും. അപ്പോൾ നിങ്ങൾക്ക് ഈ സർപ്രൈസ് ആയിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആ ഒരു ഓട്ടത്തിൽ എൻ്റെ സ്കിന്നിൻ്റെ ഗ്ലോ സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. ഇതുപോലെ ഈ ഗോൾഡിനൊക്കെ ഇപ്പോൾ എന്താ റേറ്റ് ഇല്ലേ? ഇപ്പോൾ ആളുകൾ ഗോൾഡ് ഇട്ട് അത് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ കയ്യിലുള്ള എന്തായാലും ഗോൾഡ് അല്ല, അത് ഫേക്കാണ്. പക്ഷേ പുറത്തറിയാൻ നമ്മുടെ മുഖം ഒന്ന് ഡള്ളായ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഫേക്ക് അല്ലാത്ത നല്ലൊരു റിയൽ ഗ്ലോ എങ്ങനെ വരുന്നതെന്ന് കാണിച്ചു തരട്ടെ. സോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫേസസ് കാനഡൻ്റെ സ്ട്രോക്ക് ക്രീമാണ്. ഇത് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യും, ഹൈഡ്രേറ്റ് ചെയ്യും, നല്ലൊരു ഇൻസ്റ്റന്റ് ഗ്ലോയും തരും. ഇതിലടങ്ങിയിട്ടുള്ള ഷിയ ബട്ടർ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് നൊറൈഷ് ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ ഫേസിന് നല്ല പീച്ചി ടിന്റ് ഷെയ്ഡ് തരും ചെയ്യും. ഫേസ് നല്ല ചൊകാന്നുണ്ടാവും. ഈ ഒരു ഓട്ടപ്പാച്ചലിന്റെ ഇടയിലും ഫേസ് ഒട്ടും ഡള്ളാവാതെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആവാൻ ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റ് മാത്രം മതി. ഗ്ലോ ആണല്ലോ ഇപ്പൊ എല്ലാവർക്കും വേണ്ടത്. പിന്നെ കുറച്ച് കണ്ണൊക്കെ എഴുതി എന്നിട്ട് ഞാൻ പിന്നെയും കുറച്ച് ഹൈലൈറ്റർ ആയിട്ട് സ്ട്രോക്ക് ക്രീമിനെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഒരു സ്ഥലം വരെ പോവല്ലേ, അപ്പോൾ ഗ്ലോ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ലിപ്സ്റ്റിക്കിനായിട്ട് ഞാൻ ഫേസസ് കാൻഡൻ്റെ കോംഫി മാറ്റ് വോവ് ലിപ്സ്റ്റിക് ആണ് എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ള ഷെയ്ഡ് മാഗ്നറ്റിക് 11 ആണ്. ലോങ് ലാസ്റ്റിംഗ് ആണ്, ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, ലൈറ്റ് വെയിറ്റും ആണ്. അപ്പോൾ ഇതാ ഈ രണ്ട് പ്രൊഡക്ട്സ് മാത്രം മതി നല്ല ഫേസ് ഗ്ലോക്ക്, വേറെ എങ്ങോട്ടും പോണ്ട. അപ്പോൾ പ്രൊഡക്ട്സ് ഞാൻ എന്തായാലും ഇവിടെ ടാഗ് ചെയ്യുന്നുണ്ട്. ഇത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, മിന്ത്ര, പേർപ്പിൾ ഇതിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ സർപ്രൈസിനെ പറ്റിയിട്ട് ഒരുപാടൊന്നും തല പോക്കേണ്ട ആവശ്യമില്ല. സർപ്രൈസ് ഞാൻ ഉടനെ പൊട്ടിക്കുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.